ഈ ചേരിതിരിവ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് ബഹുമാനപ്പെട്ട തങ്ങള് ബിഷപ്പ്മാരെ ചെന്ന് കണ്ട് അവരോട് ചർച്ച ചെയ്തത്. അവർ ഒന്നിച്ചിരുന്ന് അതിൻ്റെ വാർത്തകൾ പബ്ലിഷ് ചെയ്തത്, ക്യാമ്പയിൻ നടത്തിയത്. അങ്ങനെയുള്ള ഒരു പണി ഈ ഗവൺമെന്റിന്റെ വക്താക്കൾ, ഇടതുപക്ഷ ആളുകൾ ഇവിടെ ചെയ്തു. അപ്പൊ അറിഞ്ഞോ അറിയാതെയോ അല്ല, അവർ കരുതിക്കൂട്ടി തന്നെ ഇവിടെ ദേശീയ തലത്തിൽ കോൺഗ്രസ് നശിക്കട്ടെ, UDF നശിക്കട്ടെ എന്നുള്ള നിലക്ക് ഒരു സമീപനം എടുത്തു പോവുകയാണ്. ആത്മാർത്ഥതയുടെ കുറവാണ് അവിടെ കാണുന്നത്. നമുക്കൊക്കെ അറിയാം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് അതിൻ്റെതായ ദേശീയ തലത്തിലുള്ള അനവധി പ്രശ്നങ്ങളുണ്ട്. കാരണം ദേശീയ തലത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പറ്റൂ, അവനാനെ കൊണ്ട് കഴിയൂലെന്നും ഇന്ത്യ രാജ്യത്ത് എവിടെ ഇല്ല എന്ന് ഉറപ്പുള്ള ഒരു പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഞങ്ങൾ ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് എവിടെ നിന്ന് ശരിയാകാനാണ് നമുക്കറിയാം. അവരെ കൊണ്ട് നിൽക്കാൻ തന്നെയുള്ള ആവതില്ല. ബംഗാളിലാണെന്നുണ്ടെങ്കിൽ അത് എണീറ്റ് നിൽക്കണം എന്നുണ്ടെങ്കിൽ കോൺഗ്രസ് പിടിച്ചു കൊടുക്കണം, എണീക്കണം എന്നുണ്ടെങ്കിൽ. അങ്ങനെയുള്ള ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ ഇന്ത്യ രാജ്യത്തെ ന്യൂനപക്ഷത്തെ പ്രൊട്ടക്ട് ചെയ്യാൻ അവരെന്ത് ചെയ്യാനാണ്? പണ്ടാണ് ഈ പാർലമെന്റിൽ കുറെ ആളുണ്ട്. ഇപ്പൊ നമ്മളത്രയും ഇല്ല, നമ്മളില്ലാത്ത പാർലമെന്റ് വരും എന്നൊക്കെ പറഞ്ഞവർക്ക് ഇപ്പോ നമ്മളെ അത്ര അംഗബലം പോലും ഇല്ല. അപ്പൊ അവര് ഇന്ത്യ രാജ്യത്തെ മതേതരത്വം കാത്തു സൂക്ഷിക്കാൻ പോയാൽ അതെവിടെ എത്തൂല എന്ന് നമുക്കറിയാം. അപ്പൊ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തന്നെയാണ് ഇപ്പോഴും ദേശീയ തലത്തിൽ BJPക്ക് പകരമായി നിൽക്കുന്ന ഒരു പാർട്ടി. അല്ലാത്ത പാർട്ടികളുണ്ട്, DMK ഉണ്ട്, ബാക്കിയുള്ളവരുണ്ടൊക്കെ ഉണ്ട്. അവരൊക്കെ അവരുടെ സംസ്ഥാനങ്ങളിൽ, ബംഗാളിൽ അവർ ചെയ്യുന്നു, അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ അവർ ചെയ്യുന്നു. അതുപോലെ ഇവിടെയും പ്രവർത്തിക്കാത്തത് എന്താണ്? ഇപ്പൊ ബഹുമാനപ്പെട്ട തങ്ങളിവിടെ പറഞ്ഞു, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കേസിന് പോകും. ഞങ്ങൾ ഇന്ന് പാണക്കാട് ഓൺലൈൻ മീറ്റിങ്ങിൽ ഇന്ത്യയിലുള്ള ബാക്കി നേതാക്കന്മാരൊക്കെ യോഗത്തിൽ പങ്കെടുത്തിരുന്നു, ഓൺലൈനായി പങ്കെടുത്തിരുന്നു. തങ്ങളുടെ അധ്യക്ഷതയിൽ യോഗം കൂടി കേസിന് പോകാൻ തീരുമാനിച്ചു. ഒരു സംശയവും വേണ്ട, അവസാനത്തെ ശ്രമം വരെ നടത്തിയിട്ടല്ലാതെ ഇവിടെ കീഴടങ്ങാൻ പോകും. ഞങ്ങൾ പൗരത്വം വന്ന വരവ് നമുക്കറിയാലോ. പൗരത്വം വന്ന വരവ് ഇന്ന് നാളെ മുതൽ ഈ രാജ്യത്ത് പൗരന്മാരൊക്കെ ഇവിടെ പൗരത്വം ഇല്ലാതായി പോകും എന്ന ഭീതി ഉണ്ടാക്കി. പക്ഷെ അതൊന്നും ഇവിടെ ഉണ്ടായില്ലല്ലോ. ഇവിടെ ഒരു ഭരണഘടന ഉണ്ട്, നിയമമുണ്ട്. ആ നിയമം അനുസരിച്ച് കോടതിയിൽ പോയി, കോടതിയിൽ നിന്ന് അതിൻ്റെതായ ചില ഇടപെടലുകൾ ഉണ്ടായി. പൗരത്വം അവരുദ്ദേശിച്ച രീതിയിൽ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അവർക്ക് വേണ്ട ഭൂരിപക്ഷം കിട്ടാത്തത് കൊണ്ട് അതിനെപ്പറ്റി ഇപ്പോൾ ഉണ്ടാട്ടില്ല. അതേപോലെ തന്നെ ഇതുമാവും. ഒറ്റയടിക്ക് അങ്ങ് നടപ്പാക്കി കളയാം എന്ന് വിചാരിച്ചാൽ അത് നടക്കാൻ പോകുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പൊ ഇതിൻ്റെയൊക്കെ രാഷ്ട്രീയ മുതലെടുപ്പ് അതാണ് വേണ്ടത്. ഒരു തരത്തിൽ അവിടെ അങ്ങനെ, വേറെ തരത്തിൽ ഇവിടെ ഇങ്ങനെ. എങ്ങനെയായാലും അനുഭവിക്കാൻ പോകുന്നത് ഈ രാജ്യത്തെ പാവപ്പെട്ട ആളുകളെ സാമുദായികമായി വേറിരിക്കും. കേരളത്തിൽ നമുക്കറിയാം, കേരളത്തിൽ കുറച്ച് കാലമായിട്ട് ഇത് തന്നെയാണ് കേരളത്തിലും നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി പരമാവധി ശ്രമിക്കുക. എന്നിട്ട് അവർ വളരെയധികം വിപ്ലവം പറയും. അതുകൊണ്ട് എന്താ കാര്യം? ഇവിടുത്തെ ജനങ്ങളെ നല്ല വഴിക്ക് സാമുദായിക സൗഹാർദ്ദം ഊട്ടി ഉറപ്പിച്ചുകൊണ്ട് അവരെ നിർത്താൻ വേണ്ടി പരമാവധി ഇപ്പോഴും ശ്രമിക്കുന്നത് നമ്മളാണ്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ്. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, മുസ്ലിം ലീഗ് ഒരിക്കലും തന്നെ അതിന് ഒരു ശക്തിക്ഷയം ഉണ്ടാവാൻ പോകുന്നില്ല. അതിൻ്റെ ഉരുക്ക് കോട്ട, ഭദ്രത, മണ്ണാർക്കാട് പോലുള്ള സ്ഥലങ്ങൾ നിലനിൽക്കും. നമുക്കറിയാം, പ്രതികൂല സാഹചര്യങ്ങളെ അഭിനയിച്ച് പോവേണ്ടി വരും. അതന്നെയാണ് നമ്മളെ പൂർവികരുടെ ചരിത്രം. പ്രതികൂല സാഹചര്യങ്ങളെ മറികടന്ന് പോവേണ്ടി വരും. ആ പ്രതികൂല സാഹചര്യങ്ങളെ മറികടക്കാനുള്ള സംഘടിത ശക്തിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം. ആ സംഘടിത ശക്തിക്ക് പാളാറില്ല, തെറ്റാറില്ല. മതേതരത്വ സമീപനം നമ്മൾ എടുക്കുന്നു. മതം എന്ന് പറഞ്ഞത് നമുക്കറിയാം, മതപരമായ വിശ്വാസം എന്ന് പറയുന്നത് ആളുകളെ തമ്മിൽ ശത്രുവാക്കാനല്ല, വർഗീയമായി വേർതിരിക്കാനല്ല. വർഗീയത എന്ന് പറയുന്നത് അത് മതവിരുദ്ധമാണ്. നമ്മൾ അതാണ് ക്യാമ്പയിൻ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ കാലാകാലങ്ങളിലായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മിഷണറിമാര്, അതേപോലെ തന്നെ മറ്റു ഹൈന്ദവ സംഘടനകൾ, ബാക്കിയുള്ളവരൊക്കെ ഈ രാജ്യത്തിന്റെ ചരിത്രം ഒക്കെ എപ്പോഴും സൗഹൃദമാണ്. ബഹുമാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ പേരിലാണ് ഇവിടെ ഓഫീസുള്ളത്. ബഹുമാൻ ശിഹാബ് തങ്ങളുടെ ചരിത്രം
സാമുദായിക സൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കാൻ വേണ്ടി പ്രവർത്തിച്ച ഏത് കാലത്തും ബ്രിട്ടീഷുകാർ ഭരിച്ച സന്ദർഭത്തിൽ ഇതിനേക്കാളും വലിയ തോക്കും അതുപോലെ തന്നെ പടക്കോപ്പും ഒക്കെ നിന്ന സ്ഥലമാണ് ഈ മലപ്പുറവും പരിസരവും, ബാക്കിയുള്ള മണ്ണാർക്കാടും ബാക്കി പാണ്ടിക്കാടും ഈ പ്രദേശങ്ങളൊക്കെ. അന്നും കീഴടങ്ങാത്തവർക്ക് ഇവരുടെ ഓലപ്പടക്കം കണ്ട് കീഴടങ്ങേണ്ട അത്ര പേടിയൊന്നും വരാൻ പോകുന്നില്ല. എല്ലാ തെരഞ്ഞെടുപ്പും ഞങ്ങൾ ജയിക്കും, എന്നാലും അസംബ്ലി വരുമ്പോൾ ഞങ്ങൾ ജയിക്കും എന്നാ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താ, അസംബ്ലി വരുമ്പോൾ ഈ മാതിരി ഓരോരോ സാമുദായികമായ ചേരിയൊക്കെ ഉണ്ടാക്കി ചുളൂല് അടിക്കാൻ പറ്റുമോ നോക്കുകയാണ്. അത് ജനങ്ങൾ കേരളത്തിൽ അറിയാം. എല്ലായ്പ്പോഴും അവരെ പറ്റിക്കാൻ കഴിയൂല എന്ന് നിയമസഭയിൽ ഞങ്ങൾ അവർക്ക് മുന്നറിയിപ്പ് കൊടുത്തു. തീർച്ചയായും കേരളത്തിലെ ജനങ്ങൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ദുസ്ഥിതിക്ക്, അതുപോലെ ഇന്ത്യയിൽ ഇവിടുത്തെ വിവിധ ജനവിഭാഗങ്ങൾ, ഇന്ന് മുസ്ലിം ന്യൂനപക്ഷത്തിന്, നാളെ മറ്റുള്ളവർ, അത് അവരും മനസ്സിലാക്കും എന്ന് നമുക്കറിയാം. അതുകൊണ്ട് സാമുദായികമായി വേർതിരിച്ച് അധികാരത്തിൽ തുടരാം എന്നുള്ള മോഹം കേന്ദ്രത്തിനായാലും വേണ്ട, കേരളത്തിനായാലും വേണ്ട, അതൊരു നാൾ അവസാനിക്കും എന്ന് ഇവിടെ മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അറിയിച്ചു.